ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ വന്നിരിക്കുവാണ്. അപ്പോൾ ഗ്രാമത്തിനകത്ത് വരെ വണ്ടി പോകത്തില്ല. റോട്ടിൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടക്കുക. വനപ്രദേശം, ആദിവാസി മേഖല. വണ്ടി കാണത്തില്ല, ഇവിടെ നിന്ന് കാണത്തില്ല. വണ്ടി ഒത്തിരി പുറകിൽ കിടക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്ന് ഒരു സോറിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പോവുക. ഇതാണ് നല്ല കൃഷി സമയമാണ്. ഇപ്പോൾ മഴയൊക്കെ വീണ് നല്ല കൃഷി സമയമായതുകൊണ്ട് നല്ല രസമാണ്. മൊത്തം ഗ്രീനറിയാണ്. സഹോദരനെ ഇന്ന് വരാൻ പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വന്നത്. പോകുന്നതാണ് ആ സഹോദരൻ. റോട്ടിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന അടുത്ത ഹൈവേന്ന് ആണ് വീട്, സഹോദരൻ്റെ വീട്. സഹോദരി ഇവിടെ അണ്ടൊക്കെ എടുക്കുന്നുണ്ട്. പച്ചക്കറി, അവരുടെ കൃഷിയുടെ പച്ചക്കറിയൊക്കെ പറിച്ച് ശേഖരിക്കുക. काफ़ी समय के बाद इधर आया. मच्छी का हाँ देखो, അവർ മീൻ ഇവിടെ വളർത്തുന്നവർ അവർ പിടിച്ച് ഇവിടെ നമുക്ക് തന്നുവിടാൻ വേണ്ടി അവർ പിടിച്ച് പച്ചക്കറി കോഴിയൊക്കെ ഉണ്ട്. മുള ഇത് കറി വെക്കുന്നതാണ്. കറി വെച്ച് കഴിക്കാൻ വേണ്ടിയാണ്. എല്ലാം നമുക്ക് അന്നിടാൻ വേണ്ടി അവരെടുത്ത് ചെത്തി വെളിപ്പാക്കി എല്ലാം റെഡിയാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. മുള ഉണ്ട്, പേരൊക്കെ ഉണ്ട്. മുളയുടെ ചെറിയ കിളുത്ത് വരുന്ന കൂമ്പ. മുള എടുത്തോണ്ട് വന്നു. मछली को खाना खिलाने जा रहे हैं. मछली की खाना आज तो पूरा दिन देते ही रहा. तो अच्छा निकलता है क्या? ये अपना पाए क्या? नहीं लगाया.
जाएगा तो कोई बरा बराबर डाल के रखा हाँ अच्छा देखना है मच्छी किधर है अच्छा उधर ही ഈ മേക്കത്തി എല്ലാം ഈ സഹോദരൻ്റെതാണ്. പുള്ളിക്ക് കൃഷിസ്ഥലം ഇഷ്ടം പോലെയുണ്ട്. പുള്ളി നമുക്ക് സഭയ്ക്ക് വേണ്ടി 1 ഏക്കർ വേണമെങ്കിലും സ്ഥലം തരാം എന്നുള്ള നിലപാടിൽ ഇവിടെ എന്തെങ്കിലും പണിയാനോ സ്കൂളോ എന്തെങ്കിലും പണിയുന്നുണ്ട്. ഇത് പുള്ളിയുടെ മീൻ വളർത്തുന്ന മീനിന് തീറ്റ ഇട്ട് കൊടുത്തോ മീനെല്ലാം കൂടി വന്ന് കണ്ടോ. ആ മീൻ മച്ചി ബോത്തെ छोटा छोटा है ना अच्छा മീനിന് തീറ്റ ഇട്ട് കൊടുത്ത മീനും വന്ന് മീൻ തീറ്റ കഴിക്കുന്നുണ്ട്. इधर ही मच्छी चोरी करने के लिए आए थे उधर ये लाल वाला मछली है लगता है ना पापलेट നമ്മുടെ മറ്റേ ഹൽവ എന്ന് പറഞ്ഞു. तुम्ही जशी ना होती ना തീറ്റ കിട്ടുമ്പോഴുള്ള സന്തോഷം. ഒരാഴ്ച നിന്ന വെള്ളമൊക്കെ കുറയും അപ്പം നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ പോവുകയാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് വന്ന് സഹോദരനെ രാവിലെ തന്നെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഇവിടെ വരണം, നേരത്തെ വന്നിട്ട് ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് മറ്റേ മീറ്റിംഗ് നടക്കുന്ന അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉച്ചയ്ക്കെത്താൻ പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞു ഉച്ചയ്ക്കെത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അവർ 5 മണിയായപ്പോൾ വന്നു, സഹോദരൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. അവരുടെ കൃഷിസായനവും മീനും വളർത്തുന്നതിന് മീനൊക്കെ പിടിച്ച് നമുക്ക് തന്ന് മുളയുടെ ചുവടൊക്കെ മുറിച്ച് തന്ന് വെക്കാനായിട്ട് പോവാം. ബൈ.